സുഹൃത്തുക്കളെ, മമതാ ബാനർജി വീഴുകയാണോ? ഒടുവിൽ മമതാ ബാനർജി രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാണ്ട് ഒന്നൊന്നര മാസത്തിലധികമായി കൊൽക്കത്ത, പശ്ചിമ ബംഗാൾ ആകെ സംഘർഷഭരിതമാണ്. സംഘർഷഭരിതം എന്ന് പറയുമ്പോൾ സാധാരണ നിലയിൽ കാണാത്ത പോലെ ഒരു വലിയ സമരത്തിന് അവിടെ വേദിയാകുന്നു. ഒരുപക്ഷെ നമുക്ക് കർഷക സമരവുമായൊക്കെ ചേർത്ത് വെക്കാവുന്ന രീതിയിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സമരം എന്ന് തോന്നിപ്പിക്കുന്ന സമരങ്ങളാണ് പശ്ചിമ ബംഗാളിൽ നടക്കുന്നത്. അതിനൊടുവിലാണ് മമതാ ബാനർജി താൻ രാജിവെക്കാൻ സന്നദ്ധയാണ് എന്നറിയിക്കുന്നത്. ആർജിക്കർ ആശുപത്രിയിലെ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേസന്വേഷണം തുടരുകയാണ്. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ സ്ത്രീ സുരക്ഷ അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു വലിയ സമരം, ഡോക്ടർമാരുടെ പ്രക്ഷോഭം അവിടെ ആരംഭിച്ചത്. രാജ്യവ്യാപകമായ പ്രതിഷേധത്തിലേക്ക് പിന്നീട് കാര്യങ്ങൾ പോയി. ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി വരെ ഇടപെട്ട് ഡോക്ടർമാരോട് സമരം അവസാനിപ്പിക്കണം എന്ന് ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ അതിർത്തിയിലെ സൈനികർ സമരം ചെയ്താൽ എന്തു ചെയ്യും എന്ന ചോദ്യവും ഉയർത്തുന്നുണ്ടായിരുന്നു. സമാനമാണ് ഇവിടെ വലിയ സമരത്തിലേക്ക് പോയാൽ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതമാകെ പ്രശ്നത്തിലാകും. പക്ഷേ സ്ത്രീ സുരക്ഷ അടക്കമുള്ള വിഷയങ്ങളിൽ മമതാ സർക്കാർ പരാജയപ്പെട്ടു എന്നത് ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നായ, ഏറ്റവും കൂടുതൽ സീറ്റ് നൽകിക്കൊടുത്ത സംസ്ഥാനങ്ങളിലൊന്നായ പശ്ചിമ ബംഗാളിൽ അവരൊരു വലിയ തകർച്ചയെ, വലിയൊരു പ്രതിസന്ധിയെ നേരിടുന്നു. നമുക്കറിയാം, രാഹുൽ ഗാന്ധി, ഇന്ത്യ മുന്നണിയുടെ നേതാവും രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി അടക്കം മമതാ ബാനർജിയെ ഈ വിഷയത്തിൽ തള്ളിപ്പറയുന്ന നിലയിലേക്ക് പോലും കാര്യങ്ങൾ എത്തി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും അവിടെ BJP ആണ് പ്രതിപക്ഷം. BJPയുമായി കഴിഞ്ഞ കുറേ കാലങ്ങളായി വലിയ പോരാട്ടത്തിലായിരുന്നു മമതാ ബാനർജി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, 2019 തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം BJPക്ക് അവിടെ ഉണ്ടാക്കി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അത്രത്തോളം നേട്ടമുണ്ടാക്കാൻ BJPക്ക് അവിടെ കഴിഞ്ഞില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP ഒരുപക്ഷെ ഭരണം പിടിച്ചേക്കും എന്നുള്ള സൂചനകളൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. പക്ഷേ മമത തൻ്റെ സ്ഥാനം നിലനിർത്തുന്നു. അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു അജയ്യയായ വ്യക്തിയായി മമതാ ബാനർജി മാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ അതിനൊക്കെ ഒടുവിലാണ് സംഭവം. ഇതാണ്, ആർജിക്കർ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് യുവ ഡോക്ടർമാരുമായി ചർച്ചയ്ക്ക് മമതാ ബാനർജി അവരുമായി ചർച്ചയ്ക്ക് തയ്യാറാകുന്നു. ഏതാണ്ട് 2 മണിക്കൂർ കാത്തിരുന്ന ശേഷമാണ് മമതാ ബാനർജിയോട് അവർ ചർച്ചയ്ക്ക് തയ്യാറായത് എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അവർ കാത്തിരുന്നെങ്കിലും പക്ഷേ മമത കാത്തിരുന്നു. കാരണം ഈ സമരം അവസാനിപ്പിക്കുക എന്നത് മമതയുടെ കൂടി ഒരു ആവശ്യമായി അവിടെ മാറുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ തത്സമയമായി ഈ ചർച്ച പുറം ലോകത്തെ അറിയിക്കണമെന്ന ഡിമാൻഡ് ഈ യുവ ഡോക്ടർമാർ വെക്കുന്നു. പക്ഷേ മമതാ ബാനർജി അതിന് തയ്യാറാകുന്നില്ല, അതിന് സമ്മതിക്കുന്നില്ല. ഒരുപക്ഷെ അവർ ഭയപ്പെടുന്നുണ്ടാകും, ഇവരെന്തെങ്കിലുമൊക്കെ വലിയ വലിയ ആയുധം എന്നുദ്ദേശിക്കുന്നത് ചർച്ചയ്ക്കിടെ ഉന്നയിക്കുന്ന വളരെ ഗൗരവമേറിയ വിഷയത്തിൽ പ്രതിരോധത്തിലായാൽ അത് രാഷ്ട്രീയമായി തന്നെ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് മമത കരുതുന്നു എന്ന് വേണം കരുതാൻ. അതിൻ്റെ ഭാഗമായി കൂടിയാകണം അതൊരു തത്സമയം സംപ്രേഷണമായി അനുവദിക്കാൻ അവർ തയ്യാറായിട്ടില്ല. പല രാഷ്ട്രീയ നേതാക്കളും അങ്ങനെ തന്നെയാണ്. കാരണം അവർക്ക് പിന്നീട് അത് ദുരുപയോഗം ചെയ്യപ്പെടും, അല്ലെങ്കിൽ അവർ അവിടെ ചർച്ചയിൽ പരാജയപ്പെട്ടാൽ അവരുടെ പൊളിറ്റിക്കൽ ഭാവി കൂടിയാണ് ഇല്ലാതാകുന്നത് എന്നുള്ള ചിന്ത അവരെ സംബന്ധിച്ചുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങൾ നിൽക്കുന്നതിനിടെയാണ് ഒരു തത്സമയ ചർച്ചയ്ക്ക് തയ്യാറല്ല, പകരം വീഡിയോ പൂർണ്ണമായും ചിത്രീകരിക്കാം, അത് സുപ്രീം കോടതിയിൽ നൽകാം എന്നൊക്കെയായിരുന്നു മമതയുടെ വാഗ്ദാനം. പക്ഷേ അവർ ആ വാഗ്ദാനം സ്വീകരിച്ചില്ല. യുവ ഡോക്ടർമാർ ആ വാഗ്ദാനം സ്വീകരിച്ചില്ല. ഇതിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സാധാരണ ജനങ്ങളുടെ സുരക്ഷ മാത്രമാണ് തൻ്റെ പ്രശ്നം എന്ന് മമതാ ബാനർജി പറയുന്നു. അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ചയ്ക്ക് താൻ തയ്യാറാണ്, അധികാരം എന്നുള്ളത് തൻ്റെ പ്രശ്നമല്ല എന്നുകൂടി മമതാ ബാനർജി പറയുന്നു. താൻ രാജിവെക്കാൻ തയ്യാറാണ്, സാധാരണക്കാർക്ക് നീതി കിട്ടണം. ഒരു രാജ്യസന്നദ്ധത എന്നുള്ളത് ഒരു പരിധിവരെ ഇതൊരു പരിപൂർണമായ വീഴ്ചയാണ് എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. രാഷ്ട്രീയ നേതാക്കളാണ്, അവർ മറ്റൊരടവ് പയറ്റുന്നു എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് കരുതാൻ കഴിയുകയുള്ളൂ. മമതാ ബാനർജി ലക്ഷ്യമിടുന്നത് മറ്റൊരു മറ്റൊരു പുതിയ തന്ത്രമാണ്. അതായത് ഇങ്ങനെയൊക്കെ ഞാൻ കാണിച്ചിട്ടും അവർ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോയില്ല, സാധാരണക്കാരുടെ ജീവന് വേണ്ടിയാണ് താൻ ഈ നിലപാടെടുത്തത്, താൻ രാജിവെക്കാൻ അത് അടക്കം തയ്യാറാണ്
എന്നൊക്കെയാണ് അവർ പറയുന്നത്. പലരും ഈ സമരക്കാരുടെ പലരുടെയും താല്പര്യം അത് രാഷ്ട്രീയമാണ് എന്നുകൂടി മമത ആരോപിക്കുന്നുണ്ട്. അത്തരം രാഷ്ട്രീയക്കാരെ വെറുതെ വിടാനാകില്ല എന്നും അവർ പറയുകയാണ്. എന്തായാലും മമത പെട്ടെന്ന് രാജിവെച്ചൊഴിയുമെന്ന് കരുതാൻ വയ്യ. കാരണം തൃണമൂലിനാകെ ഭരണമുള്ള ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിൻ്റെ അധികാരം വിട്ടുകൊണ്ട് മമതാ ബാനർജിയെ പോലെ ഒരാൾ തനിക്ക് അധികാരം പ്രശ്നമല്ല എന്നൊക്കെ പറയുന്നത് ഒരല്പം പൊള്ളത്തരമാണ് എന്ന് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അവർ ഇങ്ങനൊരു ട്രാപ്പ് കൂടി ട്രിക്ക് കൂടി പയറ്റുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നത് കാത്തിരുന്ന് തന്നെ കാണണം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ വലിയ സമരത്തിന് മുന്നിൽ മമതാ ബാനർജി എന്ന ഇന്ത്യയിലെ ഒരുപക്ഷെ വനിതാ രാഷ്ട്രീയ നേതാക്കളിലെ ഏറ്റവും ശക്തിയായ നേതാവ് മുട്ടുമടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്ന് തന്നെ പറയേണ്ടി വരും. CV ആനന്ദബോസുമായി വലിയ ഫൈറ്റിലാണ് അവിടെ മമതാ ബാനർജി ഉള്ളത്. നമുക്കറിയാം, ആനന്ദബോസിനെതിരെ ലൈംഗിക പീഡന പരാതി അടക്കം ഉയർന്നു വന്നതാണ്. അതിൽ അന്വേഷണവും ഒക്കെ മമത പ്രഖ്യാപിച്ചതാണ്. അത് ആനന്ദബോസിനെ കൊടുക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് ആനന്ദബോസിൻ്റെ നിലപാട്. എന്തായാലും ബംഗാളിലെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമല്ല, അതിൽ ആഭ്യന്തരമന്ത്രി പരാജയപ്പെട്ടു എന്നാണ് അവർ ആനന്ദബോസ് ചൂണ്ടിക്കാണിച്ചത്. ഒരുപക്ഷെ സർക്കാരിനെ പിരിച്ചുവിടാനുള്ള നീക്കത്തിലേക്കൊക്കെ ഗവർണർ കടക്കുമോ, അതിനുള്ള സാധ്യതയൊന്നും നിലവിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട് എന്ന് കരുതാൻ വയ്യ. പക്ഷേ ഒരു വശത്തുകൂടി ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയോടെ അധികാരത്തിലേക്ക് എത്തും, അടുത്ത തവണയെങ്കിലും എത്തുമെന്നൊക്കെ പ്രതീക്ഷിക്കുമ്പോഴാണ് അവർക്ക് വലിയ പ്രതീക്ഷയുള്ള, അതായത് വലിയ പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിക്കൊപ്പം ശക്തമായി നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സംസ്ഥാനത്ത് വലിയ പ്രതിസന്ധി, ജനരോഷം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇപ്പം മമതാ ബാനർജി ഇന്ന് രാജിവെച്ചാലോ നാളെ രാജിവെക്കുമോ എന്നൊന്നുള്ളതല്ല പ്രശ്നം. രാജിവെച്ചാലും ഇല്ലെങ്കിലും അത് ജനങ്ങളുടെ വികാരം എതിരാകുന്നത് അതൊരു വലിയ തിരിച്ചടിക്ക് കാരണമാകും എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും നമുക്കറിയാം, ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ സർക്കാർ മമതയാണ് ഭരിക്കുന്നത്, ആരോഗ്യമന്ത്രി അടക്കം മമതയാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും മമത തന്നെ അവിടെ സമരവുമായി രംഗത്ത് തെരുവിലിറങ്ങിയ കാഴ്ചയൊക്കെയാണ് അന്ന് കണ്ടത്. അങ്ങനെ പലതരം നാടകങ്ങൾ മമത കളിക്കുന്നു, അതിൻ്റെ പിന്നാലെ കളിക്കുന്ന ഒരു നാടകം എന്ന് മാത്രമേ ഇപ്പോഴത്തെ രാജ്യസന്നദ്ധതയെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കാശ്മീരിലും മഹാരാഷ്ട്രയിലും ഒക്കെ വരാനിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ചൂടേറിയ ചർച്ചകളിൽ മമത ഇത്തരം സംസ്ഥാനങ്ങളിലും വലിയൊരു ആയുധമാകും. ഈ അവിടുത്തെ യുവ ഡോക്ടറുടെ കൊലപാതകം, ലൈംഗിക പീഡനത്തിൽ കൊലപ്പെടുത്തിയ സംഭവം വലിയ ചർച്ചയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണ് മമതയുടെ രാഷ്ട്രീയ ലക്ഷ്യം? എന്താണ് മമത ഉന്നം വെക്കുന്നത്? തന്നെ തള്ളിപ്പറഞ്ഞ ഇന്ത്യ മുന്നണിയോട് എന്താകും ഇനി മമതയുടെ നിലപാട്? ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് തോന്നുന്നത്? അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഒപ്പം തന്നെ മറ്റ് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വിഷയത്തിൽ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്ക് നന്ദി.